പൊതുവെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ കോഴ്സുകളിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മാത്രമേ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്റ്റ് മേഖലയെക്കുറിച്ചോ സിലബസിനെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ കുട്ടികൾ വിദ്യാർത്ഥികൾ പാരൻസ് തിരക്കാറുള്ളൂ. കമ്പ്യൂട്ടർ സയൻസിന്റെ ബി ടീമായി IT അറിയപ്പെടുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ജോബ് ലഭിക്കാം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം എന്നൊരാഗ്രഹത്തിന്റെ പുറത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന കൂട്ടുകാരുമുണ്ട്. അന്നാണ് പലപ്പോഴും ECയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കാറ്. സോ ECE, IT ഈ രണ്ട് കോഴ്സ് മേഖലകൾക്ക് അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. സോ ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും ഇൻഫർമേഷൻ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസവും അവ തമ്മിലുള്ള സിമിലാരിറ്റിയും കോഴ്സുകളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ശ്രമമാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനും ഇൻഫർമേഷൻ ടെക്നോളജിക്കും അതിൻ്റെതായ പേഴ്സണാലിറ്റിയും ഐഡന്റിറ്റിയും ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ ബി ടീമായി IT പരിചയപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ അതല്ല IT എന്ന ഒരു മേഖലയുടെ പ്രത്യേകത. അതിൻ്റെതായ വാസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസും ഡെവലപ്മെന്റ് നേടാനുമുള്ള സാഹചര്യം ആ ഒരു മേഖലയിലുണ്ട്. അതോടൊപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ഐഡന്റിറ്റി ഉണ്ടായിരുന്ന നല്ല ജോബ് ഗ്രോത്തും കരിയർ ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചും കരിയർ മേഖലയെക്കുറിച്ചും എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതോടൊപ്പം ഈ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖല സെലക്ട് ചെയ്ത് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. സോ ഈ ഡിസ്കഷന്റെ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് മേഖലയും, അതായത് IT, ECE രണ്ട് മേഖലയും തമ്മിൽ പല സിമിലാരിറ്റീസും ഉണ്ട്, സാമ്യതകളുമുണ്ട്. അവ എന്തൊക്കെ എന്നുള്ളതാണ്. സോ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻ IT പൊതുവെ BTech കോഴ്സാണ് ഇന്നത്തെ ഈ ഡിസ്കഷന്റെ ഭാഗമായി നാം എടുക്കുന്നത്. 4 വർഷം നീണ്ടു നിൽക്കുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ് BTechനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എഡ്യൂക്കേറ്ററിൽ പല എപ്പിസോഡുകളും ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ എപ്പിസോഡുകൾ കാണാവുന്നതാണ്. ബേസിക്കലി ഫൗണ്ടേഷൻ കോഴ്സസ് നോക്കുകയാണെങ്കിൽ ECEയുടെയും അതോടൊപ്പം ITയുടെയും ഫൗണ്ടേഷണൽ സബ്ജക്ട്സ് എന്നുള്ളത് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആണ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, അതോടൊപ്പം ഇൻട്രൊഡക്ടറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ആ രീതിയിലുള്ള കൺസെപ്റ്റ്സും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആ ഒരു രീതിയിൽ വളരെ കൂടുതൽ സാമ്യത നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. രണ്ടാമത്തത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഈ രണ്ട് ഫീൽഡിലെയും കരിയർ ഓപ്പർച്യൂണിറ്റീസും വേരിയസ് ഇൻഡസ്ട്രീസും നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഓവർലാപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. അതായത് IT ഇൻഡസ്ട്രിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച എഞ്ചിനീയേഴ്സും തമ്മിൽ പല രീതിയിലുള്ള കൊടുക്കലുകളും വാങ്ങലുകളും നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരേ എഞ്ചിനീയർ ഈ രണ്ട് ഫീൽഡിലും വർക്ക് ചെയ്യുന്നതും ഉണ്ടാകാം, ദോ ഇറ്റ് ഈസ് എ വെരി റെയർ കേസ്. മൂന്നാമത്തത് സ്കിൽ സെറ്റാണ്. സോ ഈ രണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്യുന്ന കൂട്ടുകാരും പഠിച്ചിറങ്ങി വരുന്ന കൂട്ടുകാരുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ട്രോങ് അനലിറ്റിക്കൽ അതോടൊപ്പം പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ IT മേഖലയിൽ സോഫ്റ്റ്വെയർ സ്കിൽസും പ്രോഗ്രാമിങ്ങും കുറേയും കൂടി ഹൈലൈറ്റ് ചെയ്ത് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കലാണ് ഈ എപ്പിസോഡിന്റെ നെക്സ്റ്റ് സെഗ്മെന്റ്. ECE പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോ ഇലക്ട്രോൺസ് അതോടൊപ്പം ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇവ ഉപയോഗിച്ച് എങ്ങനെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്സ്. സോ സിഗ്നൽ പ്രോസസ്സിംഗ്, മൈക്രോ പ്രോസസ്സേഴ്സ്, VLSI ഡിസൈൻ, എംബഡഡ് സിസ്റ്റം, അതോടൊപ്പം ടെലികമ്മ്യൂണിക്കേഷൻസ് ഈ മേഖലയൊക്കെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് തൊട്ടുപോകുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാര്യമാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് മെയിനായിട്ടുമുള്ളത്. അതായത് ഇൻഫർമേഷനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്ന കാര്യമാണ്. സോ ഡാറ്റ സ്ട്രക്ചേഴ്സ്, ആൽഗോരിതം, ഡാറ്റാബേസ് മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, അതോടൊപ്പം വെബ് ടെക്നോളജീസ് ഒക്കെ IT എഞ്ചിനീയേഴ്സിന്റെ മെയിൻ ടൂൾ കിറ്റാണ്. ഡിഫറൻസസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കരിയർ പാത്ത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. സോ ECE പഠിച്ച കുട്ടികൾ മെയിനായിട്ടും വിദ്യാർത്ഥികൾ പെർസ്യൂൻസ് ചെയ്യുന്നത് ടെലികമ്മ്യൂണിക്കേഷൻസ്, എംബഡഡ് സിസ്റ്റംസ്, ഹാർഡ്വെയർ ഡിസൈൻ, VLSI, റോബോട്ടിക്സ്, അതോടൊപ്പം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മേഖലയിൽ ജോബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മേഖലയിലാണ് അവരുടെ കരിയർ മുന്നോട്ട് പോകുന്നത്. നേരെ മറിച്ച് ITയുടെ കാര്യമാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, IT കൺസൾട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതോടൊപ്പം
ഹോട്ട് ടോപ്പിക്കായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവരുടെ ടൂൾ കിറ്റിലുള്ളത്. ഇനി നമുക്ക് ജോബ് സ്റ്റാറ്റിസ്റ്റിക്സും അതോടൊപ്പം എംപ്ലോയ്മെന്റ് പ്രോബബിലിറ്റി, അതായത് ജോബ് ലഭിക്കാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇവിടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സിന്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയുടെ കാര്യം എടുക്കാം. സോ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് മേഖലയിലാണ് മെയിനായിട്ടും ജോബ് പ്രൊഫൈൽ കാണാൻ പറ്റുന്നത്. ISRO, DRDO, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതോടൊപ്പം ഡിഫറെൻറ്റ് പ്രൈവറ്റ് എൻറ്റിറ്റീസും ഈ മേഖലയിൽ എഞ്ചിനീയേഴ്സിന് ജോബ് നൽകുന്നുണ്ട്. ഗ്ലോബൽ സെനാരിയോ നോക്കുകയാണെങ്കിൽ USA, ജർമ്മനി, ജപ്പാൻ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിലാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് സെമി കണ്ടക്ടർ, ടെലികമ്മ്യൂണിക്കേഷൻസ്, കൺസ്യൂമർ ഇലക്ട്രോണിക് സെക്ടറുകളിൽ. ഇനി IT കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇസ് ദ മെയിൻ ഹബ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. IT സർവീസസിലും സ്റ്റാർട്ടപ്സിലും ഇന്ത്യ നേടിയ കുതിപ്പ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. സോ മേജർ എംപ്ലോയേഴ്സായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് TCS ആണ്, ഇൻഫോസിസ് ആണ്, വിപ്രോ ആണ്, HCL ടെക്നോളജീസ് ഉണ്ട്. അങ്ങനെ പല ഹൈലൈറ്റഡ് കമ്പനീസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ മൾട്ടിനാഷണൽ കമ്പനീസായ ഗൂഗിളും മൈക്രോസോഫ്റ്റ്, ആമസോൺ പോലുള്ള കമ്പനികളും ഈ പ്രൊഫൈലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും IT എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് പ്രോസ്പെക്ട്സ് എന്നുള്ളത് വാനോളം ഉയരുന്നു എന്നുള്ളതാണ്. ഇനി ഗ്ലോബൽ സെനാരിയോ നോക്കുകയാണെങ്കിൽ ഇവിടെയും USA, കാനഡ, UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലാണ് IT റിലേറ്റഡ് ടെക് കമ്പനികളും സ്റ്റാർട്ടപ്സും അവരുടെ ഗ്രോത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോബ് ലഭിക്കാനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ്. ഇനിയുള്ളത് സാലറി സ്കെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ECE പഠിച്ച കൂട്ടുകാരുടെ മുൻപിലേക്ക് വരാം. അവരുടെ കരിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ സാലറി റേഞ്ച് വരുന്നത് 3 മുതൽ 6 ലക്ഷം വരെയാണ് പ്രതിവർഷം. വിത്ത് എക്സ്പീരിയൻസ് സാലറി കൂടും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ ഒരു സ്റ്റഡീസ് മനസ്സിലാക്കി തരുന്നത് 10 മുതൽ 20 ലക്ഷം വരെ സീനിയർ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ സീനിയർ പൊസിഷൻസിലുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നു എന്നാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗ്ലോബൽ സെനാരിയോ നോക്കുകയാണെങ്കിൽ USA-ൽ 60,000 USD തൊട്ട് 80,000 USD വരെ പ്രതിവർഷം സാലറി ലഭിക്കുന്നു. വിത്ത് എക്സ്പീരിയൻസ് $1 lakh വരെ അതിൽ എക്സീഡ് ചെയ്യുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി IT മേഖല നോക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ സാലറി ഇവിടെ 3.5, അതായത് 3.5 ലക്ഷം മുതൽ 8 ലക്ഷം വരെയാണ് പ്രതിവർഷം ലഭിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് ആണെങ്കിൽ 15 മുതൽ 30 ലക്ഷം വരെ ഇന്ത്യൻ റുപ്പീസ് പ്രതിവർഷം സാലറി ലഭിക്കുന്നു. എസ്പെഷ്യലി സ്പെഷ്യലൈസ്ഡ് ആയ എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിൽ. ഇനി ഗ്ലോബൽ സെനാരിയോ നോക്കുകയാണെങ്കിൽ USA-ൽ 70,000 USD മുതൽ 90,000 USD വരെയാണ് പ്രതിവർഷം സാലറി ലഭിക്കുന്നത്. വിത്ത് എക്സ്പീരിയൻസ് അത് കൂടി വരുന്നു, 1,20,000 USD-യിൽ എക്സീഡ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇഫ് യു ആർ സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ സർട്ടൻ ഫീൽഡ്. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി പോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സാലറി ഇനിയും എക്സീഡ് ചെയ്യുന്നു വിത്ത് യുവർ എക്സ്പീരിയൻസ്. ഇനി അടുത്തത് കരിയർ ഗ്രോത്തും അതോടൊപ്പം ഏത് രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത് ഇഫ് യു ആർ പർസ്യൂയിങ് എഡ്യൂക്കേഷൻ ഓർ കരിയർ ഇൻ IT ഓർ ECE. ആദ്യം നമുക്ക് ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം നോക്കാം. സോ മെയിനായിട്ടും സ്ട്രോങ് ഇലക്ട്രോണിക്സ് അതോടൊപ്പം ടെലികമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉള്ള രാജ്യങ്ങളിലേക്കാണ് നോക്കേണ്ടത്. സോ USA, ജർമ്മനി, ജപ്പാൻ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ECE പഠിച്ച കൂട്ടുകാർക്ക് ഇവിടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റും എവേ ഫ്രം ഇന്ത്യ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ കരിയർ. അതല്ല IT കാര്യമാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് മെയിൻ ഹബ്. പക്ഷേ ഇന്ത്യയുടെ പുറത്ത് USA ഉണ്ട്, എസ്പെഷ്യലി സിലിക്കൺ വാലി, കാനഡയുണ്ട്, UK ഉണ്ട്, ജർമ്മനി ഉണ്ട്. അതോടൊപ്പം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് അവരുടെ ഗ്രോത്ത് കാണാൻ പറ്റുന്നു. എക്സലൻറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നമുക്ക് IT പ്രൊഫഷണൽസിന് മനസ്സിലാക്കി തരുന്നത്. ഏതാണ് നല്ല കരിയർ, ECE ആണോ IT ആണോ എന്ന ചോദ്യത്തിന് മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ താല്പര്യം ഹാർഡ്വെയർ, ടെലികമ്മ്യൂണിക്കേഷൻസ്, എംബഡഡ് സിസ്റ്റംസ് പോലുള്ള കാര്യങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് നല്ലത്. BTechൽ ഈ കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫർദർ ഫീൽഡുകൾ ECE മേഖലയിൽ നിന്ന് വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ECE എന്നുള്ളത് വൺ ഓഫ് ദ കോർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ്.
രണ്ടാമത്തത് IT കാര്യമാണ്. ഇവിടെ മെയിൻ ആയിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ്, അതോടൊപ്പം എമർജന്റ് ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ, മെറ്റാവേഴ്സ് പോലെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെ, സൈബർ സെക്യൂരിറ്റി പോലുള്ള മേഖലകളിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ടെക് ഫീൽഡിൽ നല്ല ഒരു കരിയർ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമായി മനസ്സിലാക്കാൻ പറ്റും. സോ കൺക്ലൂഷൻ, നിങ്ങൾക്ക് BTech ഈസി ആണോ, BTech IT ആണോ പഠിക്കാൻ താല്പര്യം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസോ ഹാർഡ്വെയറോ ആണെങ്കിൽ ECE, അതല്ല സോഫ്റ്റ്വെയർ പാർട്ടാണ്, IT റിലേറ്റഡ് സൈബർ സെക്യൂരിറ്റി, AI പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് IT മേഖലയിലേക്ക് മാറി വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ജോബ് ഫീൽഡ് ഡൈനാമിക്സ് എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഈസി ആയിരുന്നെങ്കിൽ ഇന്ന് IT ആണ്, നാളെ ഏതാകുമെന്ന് അറിയില്ല. സോ നിങ്ങൾ ഏത് ഫീൽഡ് സെലക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. താല്പര്യമാണ് നമുക്ക് കൂടുതൽ ഡെഡിക്കേറ്റഡായി, ഫോക്കസ്ഡായി, എഫേർട്ട്ഫുള്ളായി നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനും കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി, ഡിറ്റർമിനേഷനോട് കൂടി പഠിച്ച് ആ കരിയറിൽ മുന്നോട്ട് വരാൻ സഹായിക്കുന്നത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് നിങ്ങൾക്ക് ജോബിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ രണ്ടിൽ ഒന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ അത് IT ആണ് ഏറ്റവും കൂടുതൽ നല്ലത്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. സോ ആ ഒരു താല്പര്യമാണ് നിങ്ങളെ ഈ രണ്ട് കോഴ്സിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ നിർബന്ധിക്കുന്നതെങ്കിൽ ഗോ ഫോർ IT-യിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത്, ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസുമായി വളരെ കൂടുതൽ സിമിലാരിറ്റി ഉള്ളതായി മനസ്സിലാക്കാൻ പറ്റുന്നു. അതല്ല ഹാർഡ്വെയർ ഫീൽഡാണ് താല്പര്യമെങ്കിൽ അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട് എന്നുള്ള കാര്യവും മറക്കാൻ പറ്റില്ല. സോ ഇതാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കൂടി ECEയും IT-യും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്, സാമ്യത മനസ്സിലാക്കാനുള്ളത്, ജോബ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനുള്ളത്, സാലറി സ്കെയിൽ മനസ്സിലാക്കാനുള്ളത്, മിനിമം ബേസിക് ഫണ്ടമെന്റൽ സബ്ജക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ECE ആണോ, IT ആണോ, അതല്ല നിങ്ങളുടെ CSE കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണോ എന്ന കാര്യം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.